5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോയ വെച്ചിട്ടുള്ള ഒരു വെജ് ബിരിയാണിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ: ഒരു 5 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 3 എണ്ണം മതിയാകും. പിന്നെ വേണ്ടുന്നത് വെജിറ്റബിൾസ് ആണ്. 1/2 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ഗ്രീൻ പീസ്, കപ്പ് കോളിഫ്ലവർ, 1/2 കപ്പ് സോയ ചങ്ക്സ്, 1/2 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ഉരുളക്കിഴങ്ങ്, 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും, അണ്ടിപ്പരിപ്പും കിസ്മിസും. ആദ്യം നമുക്ക് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സവാള നല്ലതായിട്ട് കനം കുറച്ചരിയണം. അത് നമുക്ക് എണ്ണയിലോട്ടിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കനം കുറച്ചരിഞ്ഞ സവാള കൈവച്ചൊന്ന് ഞെരടിയിട്ടിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആവുമ്പോൾ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കളറൊന്ന് മാറി വരുമ്പോഴേ നമ്മൾ എണ്ണയിൽ നിന്നും പെട്ടെന്ന് അത് എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. എടുക്കുന്ന സമയം ഒരു ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം. ബാക്കിയുള്ള സവാളയും നമുക്കിതുപോലെ വറുത്തെടുക്കാം. സവാള നല്ലതായിട്ട് കനം കുറച്ച് വേണം അരിയാനായിട്ട്, എങ്കിലേ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മുളക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഞാനൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ചു നേരം വെച്ചിരുന്ന് കഴുകിയെടുത്തതാണ്. അതുപോലെ സോയ ചങ്ക്സും ചൂടുവെള്ളത്തിലിട്ട് ഞാൻ നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാരിനേഷന്റെ കൂടെ ഇടുന്നില്ല. ലാസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം വെന്തതിന് ശേഷം മാത്രമേ അത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ കൂടെ ഞാൻ പുതിനയിലയും മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾസ് എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് വറുത്ത് വെച്ച സവാളയാണ്. അതിലൊരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സവാളയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും സവാള പൊരിച്ച ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം അതൊന്ന് വറുത്തെടുക്കാൻ. അരമണിക്കൂറിന് ശേഷം നമുക്കിനി വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. അതിനായിട്ടിനി വേണ്ടുന്നത് ഒരു 3-4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 20 അല്ലി വെളുത്തുള്ളിയുമാണ്. 2.5 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അത് നല്ലതുപോലെ ഒരു 3-4 വെള്ളം കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു നല്ല ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഷാജീരകവും 2 കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂവും 2 ഏലക്കായും 1 തക്കോലവും ഞാൻ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇതിലേക്ക് ഇനി ആ മാരിനേറ്റ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം.
വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. തൈരിലും പച്ചക്കറികളിലും ഉള്ള ആ വെള്ളം തന്നെ മതിയാകും. ഇനി നമുക്ക് തുറന്ന് വെച്ച് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആ പച്ചക്കറികളിലോട്ടൊക്കെ ആ ഗ്രേവി ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് ആ മാറ്റി വെച്ച ഗ്രീൻ പീസും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പച്ചക്കറിയെല്ലാം ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെള്ളമാണ് ഞാൻ തിളപ്പിച്ചൊഴിക്കുന്നത്. 1-2 തവണ ഇതുപോലെ തിളപ്പിച്ച് കെറ്റിലിൽ ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അരി വേവിക്കാൻ എളുപ്പമായിരിക്കും. അതിലേക്ക് ഞാൻ 2-3 കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും 1-2 ഏലക്കായും ചേർത്തിട്ടുണ്ട്. ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിന്റെ ടേസ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിലേ റൈസ് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കത്തുള്ളൂ. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ സവാള പൊരിച്ച എണ്ണയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ചോറ് സ്റ്റിക്കി ആവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ചോറൊരു 85% മാത്രമേ വേകാവൂ. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു വരണം. ഒരുപാട് വെന്ത് പോയാൽ ദം ചെയ്യുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും ചോറ്. ബിരിയാണിയിൽ ഇടുന്ന ഗ്രേവി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ വെജിറ്റബിൾസ് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അരി വേവിച്ച ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. ആദ്യം പാത്രത്തിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. റൈസിലുള്ള കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കണം. ഇതിലേക്ക് ഇനി ആ വറുത്ത് മാറ്റിവെച്ച് ആ സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച ആ മല്ലിയിലയും പുതിനയിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ ചോറും മസാലയും ലെയറായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഓരോ തവണ ഇങ്ങനെ ഇടുമ്പോഴും കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കണം. അതുപോലെ അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. ഞാനൊരു 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ദം ചെയ്യുമ്പോൾ ഇങ്ങനെ 1-2 ലെയറായിട്ട് ചോറും വെജിറ്റബിൾസും ഇടുന്നത് കൊണ്ട് മസാലയൊക്കെ ചോറിലോട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇങ്ങനെ ബാക്കിയുള്ള ചോറ് നമുക്ക് ഇതുപോലെ ലെയറാക്കി എടുക്കാം. ഞാനിതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഒഴിക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാഫ്രോൺ ഉണ്ടെങ്കിൽ ഇതുപോലെ പാലിൽ ഒന്ന് കലക്കി ഒഴിച്ചാലും മതി. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതുപോലെ പാലിൽ ചേർത്ത് ഒഴിച്ചിരിക്കുന്നത്. ഞാനൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്താണ് ദം ചെയ്യാനായിട്ട് വെക്കുന്നത്. ഞാനൊരു ദോശത്തവയുടെ മുകളിൽ വെച്ചാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. ചൂടായ തവയുടെ മുകളിൽ വെച്ച് നമുക്കിതൊരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലോട്ടൊന്ന് ആക്കി കൊടുക്കണം. വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്.
ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. മസാലയൊക്കെ ചോറിലോട്ട് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിന്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റൈത്തയാണ്. റൈത്ത ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കുക്കുംബർ വെച്ചിട്ടാണ്. അരിഞ്ഞ സവാളയും കുക്കുംബറും തൈരിൽ ചേർത്താൽ മാത്രം മതി. അതും ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വറുത്തുവെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.